ജനറേഷൻ ഷൈപ്പർ എന്നൊരു വാക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടാകും. UAE ക്രൗൺ പ്രിൻസ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം കഴിഞ്ഞ ദിവസം വീട്ടിൽ സാധാരണ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി മറ്റ് ജോബിനൊന്നും പോവാതെ കുടുംബത്തെ നോക്കി ജീവിക്കുന്ന വീട്ടമ്മമാരെ, ഭാര്യമാരെ നിങ്ങൾ കാലങ്ങളായി സൊസൈറ്റി വിളിച്ചു പോകുന്നൊരു പദമുണ്ടല്ലോ, ഹൗസ് വൈഫ് എന്ന വാക്ക് മാറ്റി അവർക്ക് കൊടുക്കേണ്ട സ്ഥാനമാണ് ജനറേഷൻ ഷൈപ്പർ എന്നൊരു പദം എന്ന് പറയേണ്ടായി. ഒരു ഹ്യൂമാനിറ്റേറിയനായ മനുഷ്യനെ തിരിച്ചറിയുന്ന, പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിയുന്ന, മാതാവിൻ്റെ വേദന അറിയുന്ന, ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്കല്ലാതെ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയില്ല. ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ ഉമ്മയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് പലപ്പോഴും കരി പുരണ്ട മുഖമായിട്ടാണ്. അതിന് കാരണം ഉമ്മ കറുത്തുപോയതുകൊണ്ടൊന്നായിരുന്നില്ല. വീട്ടിലുള്ള കുടുംബക്കാരെ ഭക്ഷിപ്പിക്കണമെങ്കിൽ, അവരെ 3 നേരം ഊട്ടണമെങ്കിൽ അടുക്കളയിൽ അടുപ്പിൻ്റെ അടുത്ത് പോയി കത്താത്ത വിറകിനോട് മല്ലടിച്ച് അതിനെ കനലുകളാക്കി ഊതുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക മുഖത്തടിച്ച് പലപ്പോഴും കരുവാളിച്ചിട്ടുണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടുമ്മമാർ, അവർക്ക് ജോബ് എന്തെന്ന് ചോദിച്ചാൽ ജോലിയൊന്നുമില്ല, അവർക്ക് ശമ്പളമില്ല, അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാനുള്ള അവസരമില്ല. പലപ്പോഴും അടുക്കളയിൽ തളച്ചിട്ട എത്രയോ വീട്ടമ്മമാരെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ പേരാണ് ഹൗസ് വൈഫ്. സ്വപ്നങ്ങൾ മുഴുവനും നിലച്ചുപോയ എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ ഭാര്യമാരുണ്ട്. അവരുടെ പഠനം പാതി വഴിക്ക് ആർക്കൊക്കെയോ വേണ്ടി അവസാനിപ്പിച്ചവരായിരിക്കും. കുടുംബത്തിൽ ഏറ്റവും ആദ്യം ഉണരേണ്ടവൾ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിന് വേണ്ടി ഭക്ഷണപ്പൊതികൾ കെട്ടിവെക്കേണ്ട, വീട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും ക്രമീകരിച്ച് വെക്കേണ്ട, ഭർത്താവിനെ ജോബ് സ്ഥലത്തേക്ക് പറഞ്ഞയക്കേണ്ട, ഇങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ വീട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ് അവസാനം കിടന്നുറങ്ങേണ്ടവളും ആ സ്ത്രീ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാളെ എത്രയോ കാലമായി സൊസൈറ്റി വിളിക്കുന്ന ഒരു പേരിന് പകരം അവർ അങ്ങനെയല്ല, അവരാണ് ഈ സമൂഹത്തെ വാർത്തെടുക്കുന്നത് എന്നാണ് ഷെയ്ഖ് ഹംദാൻ നമ്മളോട് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ചരിത്ര പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ, ഏറ്റവും കഴിവുള്ള വലിയ ബിസിനസ്സുകാരൻ്റെ ഒക്കെ പിന്നിൽ ഒരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഒരു മാതാവുണ്ട്, ഒരു പെണ്ണിൻ്റെ കരുത്തുണ്ട്. അവർ ചിലപ്പോൾ കമ്പനികൾ കെട്ടിപ്പടുക്കുന്നുണ്ടാവില്ല, ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഒരു സമൂഹത്തെ അവരാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഹിസ് ഹൈനസ് അങ്ങനെ ഒരു പദം ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. ഒരു സമൂഹത്തെ, ഒരു ജനറേഷനെ തന്നെ വാർത്തെടുക്കേണ്ടവൾ, അവരെ ഷൈപ്പാക്കിയെടുക്കേണ്ടവർ ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ കരുത്താണ്, അവളുടെ ചിന്തയാണ്. വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മാതാവിൻ്റെ മടിത്തട്ടിൽ നിന്നാണ്